നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് PMAY ഗ്രാമീൺ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. ഒരുപാട് പേര് അതിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പക്ഷെ കുറച്ച് പേർക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. പലരും അതിൻ്റെ സമയം അവസാനിച്ചതിന് ശേഷം വീഡിയോ കണ്ടിട്ട് അപേക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ സമയം ഏപ്രിൽ 30 വരെ ആയിരുന്നത് നീട്ടി മെയ് 15 വരെ ആക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും അത് ജൂൺ 6 വരെ നീട്ടിയിരുന്നു. പിന്നെ സൈറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അപേക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടണ്ട, വീണ്ടും ഒരു അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റ് സ്റ്റേറ്റുകൾ സമയം നീട്ടി ചോദിച്ചപ്പോൾ അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് പ്രതിഷേധം ഉയരുമ്പോൾ അപേക്ഷ കൊടുക്കാനും വീണ്ടും ഒരു അവസരം ഉണ്ടാകാനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഉറപ്പൊന്നും പറയാൻ കഴിയില്ല, എങ്കിലും പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇതുപോലുള്ള വെബ്സൈറ്റുകളും ആപ്പുകളും കൈകാര്യം ചെയ്യാൻ സാധാരണക്കാരായ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. നമുക്കൊന്നും ആപ്പിനകത്തേക്ക് കയറി എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കാൻ കഴിയുന്നുമില്ല. അവരവരുടെ ഫോണുകളിൽ നിന്ന് സ്വന്തമായി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മാത്രമല്ലേ അറിയാൻ കഴിയുള്ളൂ. ഒരു സ്ക്രീൻഷോട്ട് പോലും അനുവദിക്കാത്ത ആപ്പായതുകൊണ്ട് പരിമിതികളുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജിൽ വന്ന വാർത്തകൾ വായിക്കാം. അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ മറക്കരുത്. അതിലൊന്നാമത്തെ വാർത്ത ഇങ്ങനെയാണ്: ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ, കേന്ദ്ര ആനുകൂല്യം നഷ്ടമാകുമെന്ന് ആശങ്ക. ഇതാണ് അതിന്റെ തലക്കെട്ട്. ഇനി വാർത്ത വായിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ സോഫ്റ്റ്വെയർ ആയ ആവാസ് പ്ലസിൽ മുഴുവൻ ഗുണഭോക്താക്കളുടെയും സ്വയം സർവേക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ജൂൺ 4 മുമ്പ് സർവേ പൂർത്തിയാക്കി നൽകാനായിരുന്നു സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിലൊരു പിശകുണ്ട്. ജൂൺ 4 അല്ല, ജൂൺ 6 ആണ്. തെറ്റുപറ്റിയതാകാം. തുടർന്ന് വായിക്കാം. സർവേ പൂർത്തിയാക്കിയില്ലെന്ന് മാത്രമല്ല, സമയപരിധി നീട്ടിക്കിട്ടാൻ സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകാത്തതും പദ്ധതിക്ക് തിരിച്ചടിയായി. നീട്ടിക്കിട്ടാൻ അപേക്ഷിച്ച 4 സംസ്ഥാനങ്ങൾക്ക് ജൂൺ 18 വരെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. ലൈഫ് പദ്ധതി പട്ടികയിൽ ഉൾപ്പെടാത്തവരും PMAY സെൽഫ് സർവേയുടെ വിവരങ്ങൾ അറിയാത്തവരുമായ ആയിരക്കണക്കിന് അർഹതയുള്ള ഭവനരഹിതർ ഗ്രാമപ്രദേശങ്ങളിൽ അവശേഷിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അനാസ്ഥ. അർഹതയുള്ള എല്ലാ ഭവനരഹിതരെയും സർവേയിൽ ഉൾക്കൊള്ളിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി സംസ്ഥാനത്തിന്റെ ലൈഫ് പദ്ധതി പട്ടികയിൽ ശേഷിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്നാണ് തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകിയത്. സ്വയം സർവേ സംബന്ധിച്ച കേന്ദ്ര നിർദ്ദേശം വന്ന ശേഷം നിരവധി ഭവനരഹിതർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചെങ്കിലും ഉൾപ്പെടുത്തിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പട്ടികയ്ക്ക് പുറത്തുള്ള ആരെയും സർവേയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയിരുന്നു. ലൈഫ് പദ്ധതി പട്ടികയിലുള്ളവരെയും സ്വയം സർവേയിൽ കടന്നുകൂടിയവരുമായ അർഹരായ ഭവനരഹിതരെയും ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് വിവരസ്ഥിരീകരണം നടത്തിയേ മതിയാവൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇനി മറ്റൊരു പ്രമുഖ മാധ്യമത്തിന്റെ വാർത്ത വായിക്കാം. അത് കുറച്ചുകൂടി ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആദ്യം തലക്കെട്ട് വായിക്കാം. ലൈഫ് ഭവന പദ്ധതി, പാവങ്ങൾ കൂരയിൽ തന്നെ, പണം സർക്കാരിന്റെ പോക്കറ്റിലേക്ക് മടങ്ങി. ഈ വാർത്ത വായിക്കാം. ലൈഫ് ഭവന പദ്ധതിക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ബജറ്റിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 692 കോടിയിൽ കൈമാറിയത് 150 കോടിയിൽ താഴെ മാത്രം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട കോടികൾ സർക്കാരിന് തന്നെ തിരിച്ചു നൽകുന്ന വിചിത്ര നടപടിയാണ് ലൈഫ് മിഷൻ സ്വീകരിച്ചത്. സാധാരണക്കാർ ചോർന്നൊലിക്കുന്ന കൂരയിൽ ജീവഭയത്തോടെ പന്തിയുറങ്ങുമ്പോഴും ലൈഫിനായി അനുവദിച്ച തുക സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ തിരികെ വാങ്ങിയെന്ന് രേഖ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗ്രാമീണ മേഖലയിൽ 500 കോടിയും നഗരമേഖലയിൽ 192 കോടിയും ലൈഫ് വീടുകൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുമെന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം.
ഗ്രാമീണ നഗര മേഖലയിലാകെ 247 കോടി 36 ലക്ഷത്തി 31,000 രൂപ ലൈഫ് മിഷന് സർക്കാർ കൈമാറി. 110 കോടി 46 ലക്ഷത്തി 59,746 രൂപ പേരിന് പഞ്ചായത്തുകൾക്ക് നൽകിയ ശേഷം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് 136 കോടി 89 ലക്ഷത്തി 71,254 രൂപ സർക്കാരിലേക്ക് തിരിച്ചടച്ചു. പ്രഖ്യാപിച്ച തുകയുടെ പകുതി പോലും അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങളും ഗുണഭോക്താക്കളും ദുരിതമനുഭവിക്കുമ്പോഴും പണം സർക്കാർ തിരികെ വാങ്ങി പാവങ്ങൾ ഇപ്പോഴും ആകുലതയുടെ കൂരകളിൽ തുടരുന്നു. സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് വായ്പയെടുത്തും തനത് ഫണ്ടിൽ നിന്നും ലൈഫ് ഗുണഭോക്താക്കൾക്കായി പണം നൽകിയ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും വെട്ടിലായി. സർക്കാർ സഹായം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ബാധ്യതയുമേറി. പാലക്കാട്ടെ മരുത റോഡ് പഞ്ചായത്തിന് 95 ലക്ഷവും എലപ്പുള്ളി പഞ്ചായത്തിന് 50 ലക്ഷവും തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിന് 80 ലക്ഷവും സർക്കാർ വിഹിതമായി അനുവദിച്ചു കിട്ടാനുള്ളത് ഉദാഹരണമാണ്. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടിശ്ശിക പരിശോധിച്ചാൽ കോടികളായി സർക്കാർ ബാധ്യത ഉയരും. ഇതാണ് വാർത്ത. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ 2018 PMAYയിലേക്ക് അപേക്ഷിച്ച ആളുകൾക്കൊക്കെയാണ് ഇപ്പോൾ വീട് പാസ്സായിട്ട് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നതും പെൻഡിങ് ഉള്ളതൊക്കെ. അപ്പോൾ ഈ അപേക്ഷ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആ സൈറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ PMAYയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയാൻ കഴിയില്ല. കാരണം 2018 അപേക്ഷിച്ചവർക്ക് പിന്നീട് ഉള്ള ആളുകൾക്ക് പിന്നെ അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു അവസരം കിട്ടുക എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ വീട് കൊടുത്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഇനി അടുത്ത അപേക്ഷയ്ക്കുള്ള അവസരം കിട്ടുന്നത്. അതുകൊണ്ട് ആരും ഒഴിവാക്കപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് സർക്കാർ ഇത് വീണ്ടും നീട്ടിക്കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടതാണ്. അതാണ് നമ്മുടെ അഭിപ്രായം. ഇനി മറ്റ് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകൾ വന്നതിൻ്റെ അഭിപ്രായം നമുക്ക് ഒരുപാട് അഭിപ്രായമുണ്ട്. ഇതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ പറയുന്നില്ല. പക്ഷേ പാവങ്ങളുടെ പദ്ധതിയിലേക്കുള്ള പണം തിരിച്ചു ചോദിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത് പാവങ്ങളുടെ പണം കൊണ്ടാണ്. മന്ത്രിമാരുടെയോ ജനപ്രതിനിധികളുടെയോ ശമ്പളത്തിന് ഉയർച്ചയല്ലാതെ കുറവ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.